ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് നോക്കാം. ചെറിയ റീഡിംഗ് ഞാൻ ചെയ്യുന്നുള്ളൂ, ഒരുപാട് ലോങ് ആവില്ല. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പം എന്താണോ അതിന് നമുക്ക് ഏഞ്ചൽ ആൻസേഴ്സിന് എന്താ കിട്ടുന്ന മെസ്സേജ് നോക്കാം. നിങ്ങളുടെ കാര്യങ്ങൾ എപ്പോൾ നടക്കും അല്ലെങ്കിൽ എങ്ങനെ നടക്കും എന്ന് ജസ്റ്റ് നോക്കാം. ആൻഡ് കുറച്ച് അഫർമേഷൻസ് ആയിട്ട് ഞാൻ എടുത്തുതരാം. ഓക്കെ, പൈൽ 1 പൈൽ 2 2 പൈൽ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് മെസ്സേജസ് കിട്ടാൻ രണ്ടും കാണാം കേട്ടോ. ഇതിൽ അങ്ങനെ ഇതില്ല, മാച്ച് ആവുന്ന പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് രണ്ടും കാണാം. ഗൈഡൻസ് ആണ്, അഡ്വൈസ് ആണ്. നിങ്ങൾക്ക് ഒന്ന് മാച്ച് ആയില്ലെങ്കിലും ആയാലും നിങ്ങൾക്ക് മറ്റേതും കൂടി കാണാം. ഓക്കെ, ജസ്റ്റ് വെറുതെ എന്നാലും സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നു. ഓക്കെ, പൈൽ 1കാർക്ക് റോസ് കോട്ട്സ് ആണ്. റോസ് കോട്ട്സ്, പിങ്ക് റോസ് കോട്ട്സിൻ്റെ ഏഞ്ചലാണ്. ഓക്കെ, ആൻഡ് പൈൽ 2 ടൈഗർ ഐ ആണിത്, ടൈഗർ ഐ ഏഞ്ചലാണ്. ഓക്കെ, സോ പൈൽ 1 പൈൽ 2 ഇവിടെ തന്നെ വയ്ക്കുന്നുണ്ട്. ജസ്റ്റ് ക്വിക്ക് റീഡിംഗ് ആണ്. നിങ്ങളുടെ സിറ്റുവേഷന് ഏഞ്ചൽസ് എന്താ പറയുന്നത് നോക്കാം. നിങ്ങളുടെ പ്രശ്നം അല്ലെങ്കിൽ സൊല്യൂഷൻ കാര്യങ്ങൾ നടക്കുമോ നടക്കില്ലേ എന്താണ് പറയുന്നത് യൂണിവേഴ്സ് നോക്കാം. ഓക്കെ, റിമെയിൻ പോസിറ്റീവ്. ആസ്ക് യുവർ ഏഞ്ചൽസ് ആൻഡ് പെർഫെക്റ്റ് ടൈമിങ്. ഗുഡ്. ഓക്കെ, അബൻഡൻസ് ഇവിടെ ബോട്ടം ഉണ്ട്. സോ അബൻഡൻസിൻ്റെ കാര്യത്തിലായിരിക്കാം നിങ്ങൾ ചോദിക്കുന്നത്. അതായത് ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ്റെ കാര്യം വല്ലതും ആയിരിക്കാം നിങ്ങൾ ചോദിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് റിമെയിൻ പോസിറ്റീവ്. ഏഞ്ചൽസ് പറയുന്നത് പോസിറ്റീവായിട്ട് ഇരിക്കാം. ഓക്കെ, എന്ത് തന്നെ സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് ഒരു പെർഫെക്റ്റ് ടൈമിങ്ങിൽ കാര്യം നടക്കും എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു റൈറ്റ് ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കും. ഓക്കെ, ആൻഡ് ഇപ്പോൾ പെർഫെക്റ്റ് ടൈം ആണ് എന്നും പറയാം ചിലവർക്ക്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ ഒരു ഫീലിംഗ് ഉണ്ടാവും ദാറ്റ് ഓക്കെ നടക്കാറായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ യെസ്, അത് നിങ്ങളുടെ പെർഫെക്റ്റ് ടൈം ആയിട്ടുണ്ടാവും ചിലപ്പോൾ. അല്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു റൈറ്റ് ടൈം വരുമ്പോൾ യൂണിവേഴ്സ് അത് നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ സാധിച്ചു തരും. ഓക്കെ, ആസ്ക് യുവർ ഏഞ്ചൽസ് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഏഞ്ചൽസിനോട് തന്നെ ചോദിക്കാം. ഓക്കെ, ഏഞ്ചൽസ് നിങ്ങൾക്ക് ആൻസർ തരാം. അത് മെഡിറ്റേഷൻ ത്രൂ ചോദിക്കാം, പ്രാർത്ഥിക്കുന്ന സമയത്ത് ചോദിക്കാം. ഓക്കെ, ജസ്റ്റ് സൈലൻ്റ് ആയിരുന്ന നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് ഒരു സംസാരം കൊണ്ടുവരാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വെച്ച് നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ കിട്ടും. ഓക്കെ, എല്ലാം നടക്കും, എല്ലാം അതിൻ്റെതായ ഒരു പെർഫെക്റ്റ് ടൈമിൽ നടക്കും. സോ വെയിറ്റ് ചെയ്യാൻ നിങ്ങൾ കുറച്ച്. ഓക്കെ, പോസിറ്റീവായിട്ടിരിക്കുക. എന്തെങ്കിലും നമ്മൾ സിറ്റുവേഷൻസ് നമ്മുടെ മുമ്പിൽ നെഗറ്റീവ് കാണുമ്പോൾ നിങ്ങൾ ഹോപ്പ് കൈവിടരുത്. ഓക്കെ, നെഗറ്റീവായിട്ട് നമ്മൾ എന്താ പറയുക, ഒരു കാര്യം പ്രാർത്ഥിച്ച് നടക്കണത് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ അവിടെ നമ്മുടെ മുമ്പിൽ കറക്റ്റ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാര്യം നടക്കും. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിച്ചതിൻ്റെ നേരെ വിപരീതമായിരിക്കും നമ്മുടെ മുമ്പിൽ കാണും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ എൻ്റെ ആഗ്രഹം നടക്കാനേ പോകുന്നില്ല എന്ന്. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവ് കാണുമ്പോൾ പോലും നിങ്ങൾ വിശ്വാസം വിടാതെ അത്രയും പോസിറ്റീവായിട്ട് നിങ്ങൾ യൂണിവേഴ്സിന് മേലെ ട്രസ്റ്റ് വെച്ചാൽ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും. ഓക്കെ, പക്ഷെ അതിൻ്റെ ഒരു സമയം വരണം. ആ സമയം വരാൻ ചിലപ്പോൾ അതിൻ്റെ മുമ്പ് ചില തടസ്സങ്ങളും ചില നെഗറ്റീവും നിങ്ങൾ കാണേണ്ടിയും വരും. ഓക്കെ, അപ്പോഴും നിങ്ങൾ ഹോപ്പ് കൈവിടരുത്. ഓക്കെ, സോ നിങ്ങൾക്ക് അഡ്വൈസ് കൂടി എന്തെങ്കിലും ഡിനയൽ, balance and imagination. I embrace and nourish the creative aspect of my life. Okay, denial എന്താണ് നോക്കാം നമുക്ക്. I acknowledge my fear but I replace it with the insight of awareness. ഇതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് നെഗറ്റീവ് മുമ്പിൽ കാണുമ്പോൾ നിങ്ങൾക്ക് പേടികൾ വരും അല്ലേ, അതായത് ഞാൻ ആഗ്രഹിച്ച് നടക്കില്ലേ എന്നൊരു തോന്നൽ വരും. പക്ഷെ അത് നിങ്ങളുടെ ഫിയർ മാത്രമാണ്. അതിനെ നിങ്ങൾ മാറ്റിയെടുക്കാം. ആൻഡ് ഐ റീപ്ലേസ് ഇറ്റ് വിത്ത് ദ ഇൻസൈറ്റ് ഓഫ് അവയർനെസ്. നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിങ്ങൾ ആ ട്രസ്റ്റ് വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ദാറ്റ് ഇല്ല, ഇതൊക്കെ ഈ നെഗറ്റീവൊക്കെ വന്നാലും ഇതെല്ലാം മാറി ഞാൻ ആഗ്രഹിച്ച കാര്യത്തിലേക്ക് എത്തിക്കാനുള്ള വഴികളാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ നടക്കാനുണ്ട്, അത് ചില നെഗറ്റീവ്സും നടക്കാനുണ്ട്, അപ്പോഴേ ചില പോസിറ്റീവ് വരുള്ളൂ അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു വഴികളാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പം നമ്മുടെ ആ ഫിയേഴ്സിനെ നമ്മൾ റിലീസ് ചെയ്ത് കളയാം. ഓക്കെ, ആൻഡ് ബാലൻസ്. ഐ bring a state of perfect harmony into my world and I do so without judgment. നിങ്ങളൊരു അവനവനെ ഒരു ബാലൻസിൽ നിങ്ങൾ കീപ്പ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഓവർ ഇമോഷണൽ ആവാതെ ഓവർ പ്രാക്ടിക്കലും ആവരുത്, രണ്ടും ആവാൻ പാടില്ല. ഓക്കെ, നമ്മൾ വേണ്ടവിടെ ഇമോഷണൽ ആവണം, വേണ്ടവിടെ പ്രാക്ടിക്കൽ ആവണം. ഓക്കെ, അപ്പോൾ ഒരു ബാലൻസിൽ നമ്മൾ അവനവൻ്റെ ഒരുപാട് ഇമോഷണലായിട്ട് നമ്മൾ തകർന്ന് അങ്ങനെ ഇതാവാൻ പാടില്ല. അതിനെയാണ് പറയുന്നത് ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാം. ആൻഡ് ഇമാജിനേഷൻ. ഐ എംബ്രേസ് ആൻഡ് നറിഷ് ദ ക്രിയേറ്റീവ് ആസ്പെക്ട്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ കഴിവുണ്ട് എന്നാണ് പറയുന്നത്. എന്തും ചെയ്തെടുക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് തന്നെ ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ആ പവേഴ്സിനെ നിങ്ങൾ എംബ്രേസ് ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങൾ ആ പവേഴ്സിനെ നിങ്ങൾ കെട്ടിപ്പിടിക്കുക എന്നാണ് എന്ന് വെച്ചാൽ കൂട്ടിപ്പിടിക്കുക. നിങ്ങൾ എടുത്ത് ആ പവേഴ്സിനെ യൂസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകാൻ, ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, സോ പൈൽ 1 ഇതായിരുന്നു. നമുക്കിത് റിപ്പീറ്റ് ചെയ്യേണ്ട അല്ലേ, ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, പൈൽ 2ലേക്ക് എന്താ നോക്കാം നമുക്ക്. പൈൽ 2കാർക്ക് എന്താ വരുന്നത്, നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച് നിങ്ങളെന്തോ വെയിറ്റ് ചെയ്ത്, പൈൽ 1കാർക്ക് നിങ്ങളെന്തോ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അത് വരും ഒരു പെർഫെക്റ്റ് ടൈമിങ്ങിൽ എന്നാണ്. ഓക്കെ, പെർഫെക്റ്റ്. പൈൽ 2കാർക്ക് നമുക്ക് എന്താ വരുന്ന
വെയിറ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ് ഇവിടെയും. ഓക്കെ, നോ നീഡ് ടു വറി ആൻഡ് റിക്കവറി. ഓക്കെ, ചിലവർക്ക് ഹെൽത്തിൻ്റെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ചിലവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം. റിക്കവറി കാണുന്നുണ്ട്, ട്രസ്റ്റ് ഉണ്ട്. ഓക്കെ, എന്തെങ്കിലും നിങ്ങളൊരു ആക്ഷൻ എടുക്കാൻ നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങളോട് പറയുന്നത് വെയിറ്റ് ചെയ്യൂ എന്നാണ്. ഇപ്പം തന്നെ ഒരു ആക്ഷൻ എടുക്കണ്ട എന്ന രീതിക്കാണ് നിങ്ങളോട് പറയുന്നത്. കുറച്ച് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. ആ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. കാരണം ആ മെഡിറ്റേഷൻ്റെ ത്രൂ നിങ്ങൾക്ക് ചില ആൻസേഴ്സ്, നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. എപ്പോൾ നിങ്ങൾ ആക്ഷൻ എടുക്കണം, എന്ത് ആക്ഷൻ എടുക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ഐ തിങ്ക് ഒരു ക്ലാരിറ്റി കിട്ടും. മെഡിറ്റേഷൻ ചെയ്യാം. ആൻഡ് അത് മാത്രമല്ല, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ആക്ച്വലി നിങ്ങൾക്കൊരു ഹെൽത്ത് കൂടി നിങ്ങളുടെ റിക്കവർ ആവും. എന്ന് വെച്ചാൽ മെഡിറ്റേഷൻ ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആങ്സൈറ്റി ആയിരിക്കാം, ഓക്കെ, ടെൻഷൻസ് ആവും, വറീസോ ആയിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നവും വേറെ എന്തെങ്കിലും ഉണ്ടാവാം. പക്ഷെ അതിനുമൊക്കെ മെഡിറ്റേഷൻ ത്രൂ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ മെഡിറ്റേഷനൊക്കെ ഇരിക്കുമ്പോൾ ആദ്യം കുറച്ച് ബ്രീതിങ് എക്സസൈസ് ഒക്കെ ചെയ്യണം. ആ ബ്രീതിങ് എക്സസൈസ് തന്നെ നമ്മുടെ ബോഡിയിൽ പല മാറ്റങ്ങളും കൊണ്ടുവരും. ഓക്കെ, സോ അങ്ങനത്തെ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനുണ്ട്. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു റിക്കവറി പോസിബിൾ ആണ്. ഓക്കെ, ഹെൽത്ത് വൈസ് ആയാലും നിങ്ങൾക്ക് റിക്കവറി പോസിബിൾ ആണ്. അല്ല, വേറെ എന്തെങ്കിലും സിറ്റുവേഷനും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് മാറി വരും, ശരിയാവും എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് നോ നീഡ് ടു വറി എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾ ഐ തിങ്ക് ഒരുപാട് സ്ട്രെസ്ഡ് ആയിരിക്കാം. ഓക്കെ, അതുകൊണ്ടായിരിക്കാം നിങ്ങളോട് മെഡിറ്റേഷൻ്റെ കാര്യം പറയുന്നത്. എടുത്ത് ചാടി ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റായി പോകും. കാരണം നിങ്ങൾ ഈ ടെൻഷൻ കൊണ്ടായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ടെൻഷൻ, സ്ട്രെസ് കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന ഒരു ആക്ഷൻ തെറ്റിപ്പോകാനുള്ളൊരു സാധ്യതയാണ്. ഓക്കെ, എടുത്ത് ചാടി ഒരു ആക്ഷൻ ചെയ്യുന്ന പോലെ ആയി പോകരുത്. സോ ക്ഷമയോടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ഓക്കെ, റിലാക്സ് ആവുക. അതിനുവേണ്ടി കുറച്ച് മെഡിറ്റേഷൻ കാര്യങ്ങൾ ചെയ്യുക. ഈവൻ ഹെൽത്തിൻ്റെ കാര്യങ്ങളാണെങ്കിൽ പോലും ഓക്കെ, ത്രൂ മെഡിറ്റേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി ഹീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഐ തിങ്ക് അത് നിങ്ങൾക്ക് ഒരു ആവശ്യമായ ഒരു കാര്യമാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. സോ ശ്രമിക്കുക എല്ലാവരും അറ്റ്ലീസ്റ്റ് ബ്രീതിങ് എക്സസൈസസ് ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക. പ്രാണായാമം അങ്ങനത്തെ കുറച്ച് ടൈപ്പ് ബ്രീതിങ് എക്സസൈസ് ഉണ്ട്, അത് ചെയ്യാം നിങ്ങൾ. ഓക്കെ, മെഡിറ്റേഷൻ ആയിട്ടല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ബ്രീതിങ് എക്സസൈസ്. ഓക്കെ, നിങ്ങൾക്ക് അഡ്വൈസ് യൂണിവേഴ്സ് എന്താ പറയുന്നത് വേറെ? റിലേഷൻഷിപ്സ്, ഐ എം അട്രാക്റ്റഡ് ടു ദോസ് പീപ്പിൾ ഹൂ സെർവ് മൈ ഹയർ ഗുഡ്. ഓക്കെ, വല്ല റിലേഷൻഷിപ്സിൻ്റെ ഇഷ്യൂസ് ആയിരിക്കാം ഇവിടെ നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അതായത് നിങ്ങളെ ആരെങ്കിലും ഇപ്പം എന്തെങ്കിലും പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുണ്ടാവാം. അതായിരിക്കും ഞാൻ പറഞ്ഞത് എടുത്ത് ചാടി ഒന്ന് റിയാക്ട് ചെയ്യാൻ പോകണ്ടാന്ന്. ഓക്കെ, അല്പം വെയിറ്റ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇവിടെ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് എന്താണോ ബെസ്റ്റ് അങ്ങനത്തെ റിലേഷൻസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക യൂണിവേഴ്സിനോട്. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ ആ വ്യക്തി തന്നെ വേണമെന്ന് വാശി പിടിക്കേണ്ട. നിങ്ങൾക്ക് എന്താണോ നല്ലത്, നിങ്ങളുടെ നല്ലതിനുള്ളത് കൊണ്ടുതരാൻ പ്രാർത്ഥിക്കുക യൂണിവേഴ്സിനോട്. ഐ അട്രാക്ട് ദോസ് പീപ്പിൾ ഹൂ സെർവ് മൈ ഹയർ ഗുഡ്. നിങ്ങൾക്ക് നല്ലത് എന്താണെന്ന് യൂണിവേഴ്സിന് അറിയാം അല്ലേ? അപ്പോൾ യൂണിവേഴ്സിന് വിട്ടുകൊടുക്കാം. നിങ്ങളുടെ നല്ലതിനുള്ള വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇപ്പോൾ ആരെങ്കിലും മാറി പോകുന്നുണ്ടെങ്കിൽ അവരെ പിന്നാലെ നിങ്ങൾ പോവാതിരിക്കുക. എനിക്ക് ചിലപ്പോൾ അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അവരെ പിന്നാലെ പോയി അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ തൽക്കാലം ഇവിടെ വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. ആദ്യം നിങ്ങളുടെ നല്ലത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഫ്രണ്ട്ഷിപ്പ്, വീണ്ടും ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എ ഫ്രണ്ട് ഈസ് ഇൻ മൈ ലൈഫ് ഫോർ എ റീസൺ. ഓക്കെ, ഇത് അഗെയിൻ ഇതിവിടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ് പറയുന്നത്. ഐ തിങ്ക് ഇവിടെ ഫ്രണ്ട്ഷിപ്പ്, റിലേഷൻഷിപ്സ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ പ്രശ്നം അതാണ്. അങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങൾ ലൈഫിൽ ഇപ്പോൾ പ്രശ്നം. ഓക്കെ, ആ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ആരെങ്കിലും കട്ട് ഓഫ് ചെയ്യാൻ നിൽക്കുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങളൊരു പേഴ്സണുമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ മേ ബി നിങ്ങൾ അവരെ കട്ട് ഓഫ് ചെയ്യാൻ നിൽക്കുമായിരിക്കാം. എന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞ് വാക്ക് തർക്കമായി അപ്പോൾ അത് ആ റിലേഷൻഷിപ്പ് ഇല്ലാതെയാവും അല്ലേ? അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യൂ, സമാധാനപ്പെട്ട് സംസാരിക്കൂ എന്ന് പറയുന്നത്. ഓക്കെ, എടുത്ത് ചാടി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ബന്ധം തന്നെ മുറിഞ്ഞു പോകും. ഓക്കെ, അങ്ങനെയും ആയിരിക്കാം. സോ ഏതാണ് നിങ്ങളുടെ മാച്ച് എന്ന് നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലുള്ളത് ഒരു റീസണിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക, നല്ലതാണോ അല്ലേ എന്നൊക്കെയുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അത് മെഡിറ്റേഷൻ ത്രൂ ആദ്യം ഒന്ന് ശാന്തമായിട്ട് നിങ്ങൾ ഇരുന്ന് ആലോചിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങൾ പിടികിട്ടുള്ളൂ. സർവീസ്, ഐ ഫീൽ ഗുഡ് വെൻ ഐ ക്യാൻ ഹെൽപ്പ് അതേഴ്സ്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് മറ്റുള്ളവർക്ക് സർവീസ് ചെയ്യുക, മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, അവനവൻ്റെ പ്രശ്നങ്ങളും ടെൻഷനും സൈഡിൽ അവിടെ ഉണ്ടാവും, ഇല്ല എന്നല്ല. പക്ഷെ അതുള്ളപ്പോഴും നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടി ഒന്ന്, കാരണം മറ്റുള്ളവരുടെ വിഷമങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ പ്രശ്നമൊക്കെ ശരിക്കും ഒന്നും അല്ല എന്ന് തോന്നിപ്പോവും. ഓക്കെ, സോ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു നല്ല ഫീലിംഗ് വരും. ഒന്നും കൂടി എടുക്കുന്നുണ്ട് ഞാൻ, ആക്സെപ്റ്റൻസ്. ഐ എം ലേണിംഗ് ടു ആക്സെപ്റ്റ് ദ തിങ്സ് ദാറ്റ് ഐ കനോട്ട് ചേഞ്ച്. ഓക്കെ, ഇവിടെ അഗെയിൻ ചേഞ്ച് ഉണ്ട്. ഇവിടെ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നത്തിങ് ക്യാൻ ഗ്രോ ഓർ ഇവോൾവ് വിത്തൗട്ട് മൂവ്മെൻറ്റ്. രണ്ടും ചേഞ്ചിൻ്റെ കാര്യം പറയുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഐ തിങ്ക് നിങ്ങൾ എന്തോ ഒരു ലൈഫിലൊരു മാറ്റം വരുന്ന ഒരു സമയമായിരിക്കാം. ചില കാര്യങ്ങൾ മാറ്റേണ്ട ഒരു സമയമായിരിക്കും. ഐ തിങ്ക് ഇവിടെ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക്, ഐ തിങ്ക് റിലേഷൻഷിപ്പ് കൺസേൺ ആണ് ഇവിടെ. അപ്പോൾ ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നല്ല റിക്കവർ ആവും എന്നും പറയുന്നുണ്ട്. ട്രസ്റ്റ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും ഒരു പേഴ്സണുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. യെസ്. ഓക്കെ, അപ്പോൾ ഇവിടെ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ശ്രദ്ധിക്കുക, സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യുക.
ഓക്കെ, എന്തായാലും ഇവിടെ പോസിറ്റീവായിട്ട് ഇരിക്കുക, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാം. ഇവിടെ റിലേഷൻഷിപ്പ് ഐ തിങ്ക് ഒരു പോസിറ്റീവാണ് എനിക്ക് കണ്ടത്. ഞാൻ ആദ്യം നെഗറ്റീവ് ആയിരിക്കുമോ എന്നാണ് വിചാരിച്ചത്, പക്ഷേ ഐ തിങ്ക് മേ ബി നിങ്ങൾ തമ്മിൽ ഒരു വാക്ക് തർക്കമായിട്ട് എന്തെങ്കിലും ആരെങ്കിലും കട്ട് ഓഫ് ചെയ്യാൻ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ എടുത്ത് ആഡ് ചെയ്യേണ്ട, വെയിറ്റ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാനുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ആൻഡ് ഇവിടെ റിക്കവറി ഒക്കെ കാണുന്നുണ്ട്, മാറ്റങ്ങൾ കാണുന്നുണ്ട്. ലെറ്റ്സ് സീ. ഓക്കെ, സോ എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.